കഴിഞ്ഞ ദിവസം കോട്ടയത്ത് മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിനെക്കുറിച്ചും കോട്ടയത്ത് കേണൽ ജോൺ മൺറോയുടെ പ്രേരണയാലും സഹകരണത്താലും സെമിനാരി സ്ഥാപിക്കപ്പെട്ടതിനെക്കുറിച്ചും സെമിനാരിയിൽ അധ്യാപകരായും മാനേജർമാരായും ആംഗ്ലിക്കൻ വെള്ളക്കാർ കയറിക്കൂടി അതിലൂടെ സുറിയാനി സഭയിലെ വിശ്വാസികളെയും ഇടവകളെയും സ്വാധീനിക്കാൻ അവർ ശ്രമിച്ചതിനെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. പിൽക്കാലത്ത് സുറിയാനിക്കാർ വെള്ളക്കാരുമായി ചേർന്ന് നടത്തിയ കൂട്ടു സംരംഭങ്ങളിൽ രണ്ടു കൂട്ടരും തമ്മിൽ അസഹിഷ്ണുത പെരുകി വരികയാണ്. സുറിയാനി സഭയിൽ നിന്ന് കുറെ ആളുകളെ അടർത്തി മാറ്റി ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMS അവർ സ്ഥാപിക്കുകയും ആ രൂപത്തിൽ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോവുകയും ചെയ്തപ്പോൾ ഇവരുടെ ഇടയിൽ ഭിന്നത കലശലായി വന്നു. തുടർന്നുണ്ടായ തർക്കം പരിഹരിക്കുവാൻ സ്വത്തുക്കൾ വീതം വെച്ച് പിരിയാം എന്നൊരു ധാരണ എത്തുകയാണ്. അപ്പൊ അതിനായി ഒരു പഞ്ചായത്ത് കൂടുന്നുണ്ട്. നാട്ടുകാരും വെള്ളക്കാരും അടങ്ങുന്ന ഒരു പഞ്ചായത്തിനെ നിയമിക്കുകയാണ്. ആ പഞ്ചായത്ത് ഒരു തീരുമാനം 1840 വട്ടിപ്പണത്തിന്റെ പലിശ അടക്കം ഓരോ സ്വത്തുക്കളും ആർക്കൊക്കെ ലഭിക്കണമെന്ന് വിധി പ്രസ്താവിച്ചു. 1840 ഈ വിധിയെയാണ് സഭാചരിത്ര രേഖകളിൽ കൊച്ചിൻ അവാർഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കൊച്ചിൻ അവാർഡ് എന്ന് പറഞ്ഞാൽ ആംഗ്ലിക്കന്മാരും സുറിയാനിക്കാരുമായി സ്വത്ത് വീതം വെച്ച് പിരിയുന്നതിനുള്ള മാർഗനിർദ്ദേശമാണ്. കൊച്ചിൻ അവാർഡിനകത്ത് അതുവരെ മെത്രാന്മാർക്കാണ് സ്വത്തിന്റെ അവകാശം കൊടുക്കുന്നത്. ഇന്ന മെത്രാനാണ്, മലങ്കര മെത്രാനാണ്. എന്നാൽ കൊച്ചിൻ അവാർഡ് വന്നപ്പോ മെത്രാനോടൊപ്പം ഒരു വൈദികനെ കൂടെ, ഒപ്പം ഒരു അൽമായനെ കൂടെ ഈ സ്വത്തുക്കളുടെ കൂട്ടുത്തരവാദത്തിന് നിയമിക്കണമെന്ന് കൊച്ചിൻ അവാർഡിൽ ഒരു വിധി പ്രസ്താവമുണ്ടായി. മെത്രാൻ തന്നെയല്ല സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത്. അങ്ങനെയാണ് മലങ്കര സഭയിൽ അൽമായ ട്രസ്റ്റി, വൈദിക ട്രസ്റ്റി, മെത്രാൻ ട്രസ്റ്റി, ഒരു മെത്രാൻ പ്രതിനിധിയും ഒരു വൈദിക പ്രതിനിധിയും ഒരു അൽമായ പ്രതിനിധിയും കൂട്ടുത്തരവാദിത്വത്തോടെ സഭയുടെ സ്വത്തുക്കൾ സൂക്ഷിക്കണം എന്ന് കൊച്ചിൻ അവാർഡിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് മലങ്കര സഭയിൽ ഈ 3 സ്ഥാനങ്ങൾ നിലവന്നത്. ഇതിനെ റിവോക്ക് ചെയ്യുവാനാണ് വട്ടശ്ശേരിയിൽ ദീവന്നാസ്യോസ് പരിശ്രമിച്ചത്. താൻ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റിയായ നിമിഷം മുതൽ കൊച്ചിൻ അവാർഡിന് മുമ്പുള്ള മെത്രാപ്പോലിത്തായുടെ ഏകാധിപത്യമായ ഭരണത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ അദ്ദേഹം ശ്രമം തുടങ്ങി. അത് സഭയിൽ കലഹം, ഭിന്നത ഇതെല്ലാം ഉളവാക്കിയത്. അപ്പൊ അതുകൊണ്ട് കൊച്ചിൻ അവാർഡ് എന്ന് പറയുന്നത് സഭയുടെ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു തീരുമാനമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്.